ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ജീവൻ വന്ന് പറയുന്നുണ്ട്, നഷ്ടപരിഹാരവും കാര്യങ്ങളൊന്നും വേണ്ട, എൻ്റെ ലൈഫ് തകർന്നു പോയത് കണ്ട് അച്ഛനും അമ്മക്ക് സഹിക്കാൻ സാധിച്ചില്ല. അത് ഏതൊരു അച്ഛനമ്മയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ, അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് ഇവിടെ വന്ന് പെരുമാറിയത്. അല്ലാതെ അമ്മ അച്ഛനൊക്കെ ഭയങ്കര പാവങ്ങൾ തന്നെയാണ് കേട്ടോ. എന്നാൽ നഷ്ടപരിഹാരവും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ജീവൻ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സമാധാനവും സന്തോഷമാവാട്ടോ. ഗോമതി പറയുന്നുണ്ട്, മീനാക്ഷി അടുത്തും മിത്രടുത്തും ആര്യന്റെ അടുത്തായിട്ട് കണ്ടില്ലേടാ, എന്തൊരു നല്ല പയ്യനാ, ഇങ്ങനത്തെ നല്ലൊരു തങ്കപ്പെട്ട പയ്യനെ വിട്ടിട്ടാ അവൾ ആ അലവലാതി അലോകിന്റെ കൂടെ ഇറങ്ങിപ്പോയത്. അവൾക്ക് യോഗമില്ല, അത്ര തന്നെ. ജീവനെ പോലത്തെ നല്ലൊരു പയ്യന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവൾക്ക് യോഗമില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ. മീനാക്ഷി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്, ജീവൻ നല്ലൊരു പയ്യനായിരുന്നു, അനുമോൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ്. എന്ത് പറയാനാ, അവൾക്ക് ഭാഗ്യമില്ലാതെ പോയി. എന്നാൽ ഞാൻ ഓഫീസിലേക്ക് പോവാ, ഇനിയിപ്പോ ലോണിന്റെ കാര്യമൊന്നും വേണ്ടല്ലോ, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇനി ക്യാൻസൽ ചെയ്യണം. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി അവിടെ നിന്ന് പോവാണ്. മിത്രയും ആര്യനോട് പറയണ്ട്, എന്ത് പറയാനാ, എല്ലാം ഇങ്ങനെയൊക്കെയായി, എന്നാലും വലിയൊരു സമാധാനം അല്ലേ. ഇപ്പൊ തന്നെ അച്ഛനോട് ഈ കാര്യം ആര്യം പറ. ഞാൻ പറയാം, അച്ഛനത് സമാധാനമാകും, പക്ഷെ അതിലുപരി വിഷമവും ആകും. അതെന്താ, അല്ല ഇത്രയും നല്ലൊരു പയ്യൻ കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതെല്ലാവർക്കും ആ വിഷമം ഉണ്ടല്ലോ, പാവം. ഇന്നലെ ജീവന്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ ഞാനും അവരെ തെറ്റിദ്ധരിച്ചു, മനസ്സിലെ വിഷമം കൊണ്ട് പൊട്ടിത്തെറിച്ചതായിരിക്കും പാവങ്ങൾ. എന്തായാലും അച്ഛനോടൊന്ന് ആര്യം വിളിച്ചു പറയട്ടോ. ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ്. അങ്ങനെ ആര്യൻ അപ്പൊ തന്നെ നമ്മുടെ ബാലനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ അച്ഛനിപ്പോ എവിടെയാ? ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താടാ? അതെ, ജീവനിപ്പോ ഇവിടെ വന്നിരുന്നു. ജീവൻ വന്നിരുന്നോ? അയാൾ എന്തിനാ അവിടെ വന്നത്? അല്ല ഞാൻ ഇന്നലെ ഞാനും ആകാശേട്ടനും കൂടി ജീവനെ കാണാൻ പോയിരുന്നു. ഈ 1 കോടി രൂപ എന്നുള്ളത് എങ്ങനെയൊക്കെ കുറച്ച് നഷ്ടപരിഹാരം ആക്കി തരാമെന്ന് ചോദിച്ചത്. എന്നിട്ട് ജീവനൊന്നും മിണ്ടാതെ തിരിച്ചുപോയി. പക്ഷെ ഇന്ന് രാവിലെ ഇപ്പൊ വീട്ടിലേക്ക് വന്നു. നഷ്ടപരിഹാരം ഒന്നും വേണ്ട, അച്ഛനോട് അമ്മയോട് സംസാരിച്ചു, കേസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കണത്. നീ പറഞ്ഞ സത്യമാണോ? അതെ സത്യമോ? ജീവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമവും കുറ്റബോധവും ഒരു നഷ്ടബോധവും ഒക്കെ തോന്നി. എല്ലാവരും ആകെ വിഷമത്തിൽ. അതാ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞത്. അച്ഛൻ ടെൻഷനൊന്നും അടിക്കണ്ട, പൈസക്ക് വേണ്ടി എന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേണ്ടെന്ന് വെച്ചേക്ക്, ഇത് പറയാൻ അച്ഛൻ ഞാൻ വിളിച്ചത്. ശരിയെന്ന് അത് പറഞ്ഞിട്ട് ഫോം വെക്കാണ്. ബാലിന് ഭയങ്കര സന്തോഷമാവാണ്. കടയിൽ പോയിട്ട് ബാലിന് ഈ കാര്യം ദേവിയുടെ അടുത്തും നമ്മുടെ രാമേട്ടനോടും ധർമ്മനോടൊക്കെ പറയേണ്ടതേ, ജീവനിപ്പോ വീട്ടിൽ വന്നിരുന്നു എന്ന്, നഷ്ടപരിഹാരത്തിന്റെ കേസ് പിൻവലിച്ചു എന്നും നഷ്ടപരിഹാരമായിട്ട് 1 രൂപ പോലും വേണ്ടാന്ന് പറഞ്ഞു എന്നും. എത്ര നല്ല പയ്യനാണെന്ന് ഒന്ന് നോക്കിക്കേ, അങ്ങനത്തെ ഒരു പയ്യനെയാണല്ലോ അവള് വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ പറയുമ്പോ ദേവി പറയുന്നുണ്ട്, നടന്നത് നടന്നു, എന്തായാലും സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് വിചാരിക്കാച്ച. ഇനിയിപ്പോ അനുമോളെ കുറ്റമൊന്നും പറയണ്ട, അവളുടെ ജീവിതമാണ്, എല്ലാവർക്കും ഒരേ ജീവിതമല്ലേ ഉള്ളത്, ഒരു ജീവിതമേ ഉള്ളൂ. അതുകൊണ്ട് അവൾ അലോകിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിനപ്പുറം നമുക്കൊന്നും വേണ്ടല്ലോ. ആര് പറഞ്ഞു അവൾ ആ അലോകിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നു? അലോക് ഇനി അവളെ നരകിപ്പിക്കണത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണേണ്ടി വരും. അല്ലെങ്കിൽ ദേവിമോള് നോക്കിക്കോ, അവനെ ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടാ അനുവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. അല്ലെങ്കിലും എനിക്കിനി അങ്ങനത്തെ ഒരു മോളില്ല എന്ന് പറഞ്ഞിട്ട് ബാലനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാലൻ ചോദിക്കണ്ട, അല്ല മോളെ, ഇന്നലത്തെ 2000-ന്റെ കണക്ക് നീ ഇപ്പോഴും വിട്ടില്ലേ? അല്ല എന്നാലും അതിനെക്കുറിച്ച് ഒരു അറിവുമില്ലല്ലോ എന്ന് പറയാണ്. അത് വിട്ട് കളഞ്ഞേക്ക് മോളെ, എന്തായാലും ഇപ്പൊ സന്തോഷമായിട്ടുള്ള വാർത്ത കേട്ടല്ലോ, അതിന്റെ സന്തോഷത്തില് രാമേട്ട എല്ലാവർക്കും ചായ എടുത്തോ എന്ന് പറയാണ്. അങ്ങനെ രാമേട്ടൻ ചായ മേടിക്കാനായിട്ട് പോവാട്ടോ. അങ്ങനെ ജീവന്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്തായാലും തമിഴിൽ ഇങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ഇന്നലെ അങ്ങനത്തെ ഒരു റിവ്യൂ ഇട്ടിട്ടോ, അലോകിന്റെ എന്തെങ്കിലും കളിയായിരിക്കും എന്ന് വെച്ചിട്ട്. പക്ഷെ തമിഴിലുള്ളൊരു ഭാഗം ഞാനിനി പറയാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ തമിഴിൽ എല്ലാവരും കണ്ട ഒരു ഭാഗം ആയിരിക്കും ഇത്. പകുതി പേരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും, എന്നാലും കാണാത്തവരുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഭാഗം ഞാൻ പറയാം. അങ്ങനെ നമ്മുടെ ആര്യനും മീനാക്ഷിയൊക്കെ കൂടിയിട്ട് എവിടെ ഒരു സ്ഥലത്തേക്ക് പോകുവാണ്. പോകുന്ന സമയത്ത് നമ്മുടെ അലോകിനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. അപ്പൊ കാണുമ്പോഴേക്കും ദൂരെ വെച്ചിട്ടാണ് കാണുന്നത് കേട്ടോ. അലോക് അങ്ങേ അറ്റത്ത്, ഇവർ ഇപ്പുറത്തെ അറ്റത്ത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അലോകിന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ അലോക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ പെൺകുട്ടി അലോകിനോട് ചോദിക്കണ്ട്, എടാ അലോകി, നിന്റെ വിവാഹം കഴിഞ്ഞു അല്ലേ? എടാ, ഞാൻ നിന്റെ അടുത്ത് കുറച്ച് സമയം ചോദിച്ചതല്ലേടാ, അപ്പൊ നിനക്ക് എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ വയ്യ, അവസാനം നീ നിന്റെ അമ്മാവന്റെ മോളെ തന്നെ വിവാഹം കഴിച്ചു അല്ലേ? എടി, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്നാലും എനിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് നിനക്ക് അറിയായിരുന്നല്ലോടാ, എന്നിട്ട് നീ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അവളെ വിവാഹം കഴിച്ചു അല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊക്കെ വിട്ടുകളാ, എന്ത് പറയാനാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നൊക്കെ അലോക് ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ ആര്യനും മീനാക്ഷിയും മിത്രയും ഇവരെ ശ്രദ്ധിക്കുന്നത് അലോക് കാണുന്നുണ്ട് കേട്ടോ. ആഹാ, എല്ലാവരും എന്നെ നോക്കുന്നുണ്ടല്ലോ, എന്നാ അവർക്കിട്ടൊരു പണി കൊടുക്കാം എന്ന് അലോകും വിചാരിക്കുകയാണ്.
ആ പെണ്ണിനോട് പറയണ്ട്, അതെ ആ അറ്റത്ത് നിന്ന് നമ്മളെ നോക്കുന്നവരെ നീ ശ്രദ്ധിച്ചോ, പതുക്കെ നോക്ക് എന്ന് പറയാണ്. ആ പെണ്ണ് പതുക്കെ ഒന്ന് നോക്കുമ്പോഴേക്കും അറ്റത്ത് നിന്ന് ഇങ്ങനെ ആൾക്കാർ നോക്കാം, മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രയും ആര്യനും കൂടി നോക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ആ നോക്കുന്നുണ്ട്, രണ്ട് പെണ്ണുങ്ങളും ഒരു ആണുമല്ലേ, അതെ അതെ എൻ്റെ ഭാര്യയുടെ ആങ്ങളെയും അതുപോലെ തന്നെ അതിൻ്റെ ഭാര്യയും എൻ്റെ അനിയത്തിയാണ്, അവരെ നമ്മളെ നോക്കണത്, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാവുന്ന രീതിയിലാണ് ഇങ്ങനെ നോക്കുന്നത്. നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാവോ? ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? നീ എന്നോട് ഒരു ലവറിനെ പോലെ സംസാരിക്കാവോ? ലവറിനെ പോലെയോ? നീ ഒന്ന് പോടാ എന്ന് ആ പെണ്ണ് പറയുമ്പോൾ, എടി ഒന്ന് സംസാരിക്കടി, അവർക്കത് കണ്ട് ദേഷ്യം വരണം, നീ എൻ്റെ ഒരു കാമുകിയാണെന്ന് അവർ വിചാരിക്കട്ടെ. ഓ നിന്റെ ഒരു കാര്യം, ശരി ശരി ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര കളിച്ച് ചിരിച്ച് സംസാരിക്കാം കേട്ടോ. അലോക് ആ പെണ്ണിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ആര്യനെ ദേഷ്യം വരുമാവും. കണ്ടില്ലേ ഇടത്തി, അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ, അവനെ പല പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട്, ഇതൊന്നും അറിയാതെയാണല്ലോ അനു ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഇപ്പൊ തന്നെ പോയിട്ട് രണ്ടെണ്ണം പൂശിയാലും എടുത്തി, വേണ്ട ഇപ്പൊ പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ അലോക് ആ പെണ്ണുണ്ടല്ലോ അപ്പൊ ആര്യനെ ദേഷ്യം വരുന്നു എന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കിയ അലോക് ആണെങ്കിൽ വേഗം തന്നെ ആ പെണ്ണിന്റെ തോളിൽ ഇങ്ങനെ കൈയിടുവാട്ടോ. എന്നിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ കയറ്റിക്കൊണ്ട് പോകുവാണ്. ആര്യനും ഒക്കെ ദേഷ്യം വരുവാട്ടോ. എന്നിട്ട് കുറച്ച് ദൂരം ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞിട്ട് അവർ പുറകിലില്ലെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അലോക് ആ പെണ്ണിനെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ശരിയടി നീ അഭിനയിച്ചതിന് നന്ദി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവാട്ടോ. ഇത് കണ്ട ആര്യനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിലെല്ലാവരോടും പറയണ്ട. ആ അലോക് ഉണ്ടല്ലോ, അലോകിന് വേറൊരു പെണ്ണായിട്ട് ബന്ധമുണ്ട്, ഇന്ന് നടു റോട്ടിൽ ആ പെണ്ണിന്റെയും അവന്റെയും ഒരു പ്രണയ ലീലാവിലാസങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ദേഷ്യം വന്നു എന്ന് പറയാണ്. അപ്പം ഗോമതി ചോദിക്കണ്ട, എന്താ മോളെ ഇവൻ ഈ പറയണത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും മീനാക്ഷി പറയണ്ട, അതെ അങ്ങനത്തെ ഒരു ഇത് ഞങ്ങളിന്ന് കണ്ടായിരുന്നു, റോട്ടിൽ വെച്ച് അലോക് ഒരു പെൺകുട്ടിയായിട്ട് ഭയങ്കര തോളത്ത് പിടിച്ച് സംസാരിക്കണതും കയ്യിൽ പിടിച്ച് സംസാരിക്കണതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കണം ബാലനും ആകെ ദേഷ്യം വരുവാ കേട്ടോ. അങ്ങനെ ബാലൻ അവൾ അനുഭവിക്കട്ടെ, അവൾ തിരഞ്ഞെടുത്ത ജീവിതമല്ലേ, അവൾ അനുഭവിക്കട്ടെ എന്നൊക്കെ ബാലൻ പറയാണ്. പക്ഷെ ബാലനാകെ ദേഷ്യം വരും കേട്ടോ. അലോകിനെ കൈ കിട്ടുകയാണെങ്കിൽ രണ്ട് പൂശാൻ തന്നെ ബാലനും വിചാരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി അലോക് സന്തോഷത്തോടു കൂടി തന്നെ പറയണ്ട്, എടി അനു നിന്റെ വീട്ടുകാർക്ക് രണ്ട് മുട്ടം പണി കൊടുത്തടി എന്ന് പറയാണ്. മുട്ടം പണിയോ? എന്ത് പണിയാ നീ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്കൊരു അവിഹിതം ഉണ്ടെന്ന് നിന്റെ ചേട്ടനും അച്ഛനൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക. അലോകിന് അവിഹിതമോ? ആ രീതി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നീക്കി. എടാ ദുഷ്ട, അവർക്കൊരു തരത്തിൽ നീ സമാധാനം കൊടുക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, എന്തിനാ അവർ സമാധാനത്തോടെ ജീവിക്കണത്? അവർ സമാധാനത്തോടെ ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ ഒരു പെണ്ണിനെ കൂടിയല്ല എന്നെ കണ്ടുള്ളൂ, നാളെ നീ നോക്കുക ഒരു 10-12 പെണ്ണുങ്ങളെ ഞാൻ നിരത്തി അങ്ങോട്ട് നിർത്തും അഭിനയിക്കാൻ വേണ്ടി. എന്നിട്ട് എല്ലാത്തിൻ്റെ കൂടെ ഓരോരോ മണിക്കൂർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു മണിക്കൂർ ഒരു പെണ്ണിൻ്റെ കൂടെ ആണെങ്കിൽ അടുത്ത മണിക്കൂർ വേറൊരു പെണ്ണിൻ്റെ കൂടെ. എന്നിട്ട് നിന്റെ വീട്ടുകാരെ ഞാനിങ്ങനെ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തി 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 ബാലനെയും ഗോമതിനെയും രണ്ടിനെയും ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറയാണ്. പക്ഷേ ബാലനും ഗോമതിക്കും ഇതറിയുമ്പോൾ ഭയങ്കര വിഷമമെന്ന് നമ്മുടെ അനുക്ക് അറിയാട്ടോ. അതുകൊണ്ട് തന്നെ അനു സത്യങ്ങളൊക്കെ ബാലനോട് പറയാൻ വേണ്ടി പോകും. ഈ ഭാഗം കഴിഞ്ഞിട്ട് ഒരു 2-3 എപ്പിസോഡ് കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനു സത്യങ്ങളൊക്കെ ബാലനോട് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മലയാളത്തിലും ആ സത്യങ്ങൾ പറയാൻ സമയമായിട്ടുണ്ട്. അത് കാരണം ഈ ഒരു ഭാഗം തമിഴിൽ കഴിഞ്ഞിട്ട് പിന്നെ സത്യങ്ങൾ പറയുന്ന ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലും ആ ഒരു ഭാഗം ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് ഇന്നൊട്ട് സുഖമില്ലാത്തതുകൊണ്ടാണ് വോയിസ് എടുത്തപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.